ആദ്യം തന്നെ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നോർമലി അരിയുന്നത് പോലല്ല അരിയുന്നത്, ഒരു ചോപ്പറിലാണ് അരിയുന്നത്. അതാവുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെറിയ രീതിയിൽ സവാള ഒരേ അളവിൽ അരിഞ്ഞു കിട്ടും. ഈ ചോപ്പർ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. വളരെ ക്വാളിറ്റി ഉള്ളതും അത്ര ടൈം കൺസ്യൂമിങ്ങും അല്ലാത്ത ചോപ്പറാണ്. സോ നമ്മൾ അപ്പോഴത്തേക്ക് പാൻ ചൂടാക്കുക. ചോപ്പറിലെ സവാള ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അതേസമയം ഒരു ചരുവത്തിൽ വാങ്ങിയ ചിക്കൻ എടുത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് പുരട്ടി ഒരു കുക്കറിൽ ഒറ്റ വിസിൽ കേൾക്കാനായിട്ട് മാറ്റി വെക്കണം. പാനിൽ എണ്ണ ചൂടാക്കിയ ശേഷം സവാള, മുളക് എന്നിവ അതിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പറിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞു കിട്ടും. അതും നമ്മൾ പാനിൽ വെച്ചിരിക്കുന്ന സവാളയുടെ ഒപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന് ഇനി വേണ്ടുന്ന മസാല ഇവിടെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. സവാളയും മറ്റ് സാധനങ്ങളും നന്നായിട്ട് വഴന്നു വന്നെന്ന് കാണുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് കഴിയുമ്പോൾ ഇനി വേണ്ടതാണ് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും. ഇതും കൂടി അതിലേക്ക് മാറ്റി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ചേർക്കാവൂ. മറ്റു പൊടികൾ ചേർക്കുന്നില്ല, കാരണം അത് നമ്മൾ ചിക്കൻ വിസിൽ കേൾക്കാൻ വെച്ചപ്പോൾ മറ്റു പൊടികൾ ചേർത്താണ് വെച്ചത്. ഇത് നല്ല രീതിയിൽ പൊടി കരിയാതെ വഴറ്റി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഇതൊന്ന് റെസ്റ്റിംഗ് ടൈമായിട്ട് കീപ്പ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ മതിയാവും. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മൾ വഴറ്റി വെച്ച സവാളയിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഇപ്പോഴേ ഇടണ്ട. അത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും സവാളയും ആ വെള്ളവും കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇനി ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യേണ്ട. ഈ മസാലയും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് തിളച്ച് വരുന്ന നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറാവുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച്. ഓക്കെ, താങ്ക്